നമ്മൾ അച്ഛനമ്മയില്ലേ? ആ, അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. എൻ സ്വരം പൂവിടും ശാലിനിയെ എനിക്ക് ഇഷ്ടമാണ്. അമ്പട വീരാ കസ്തൂരി, എന്റെ കസ്തൂരി. ഇന്നത്തെ എന്താ പറയുന്നത്, ഈ ഒരു ഷോ സ്റ്റീൽ ചെയ്തത് മോളായിരുന്നു. അതെ, ആ ഒരു സൈക്കിളും ആ ഒരു ചെണ്ടയൊക്കെയാണ് ശരിക്കും നമുക്ക് ആ വിഷ്ണു ലോക സിനിമയില് നമ്മൾ ഓടിപ്പോയി. നമസ്കാരം. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലി ജഡ്ജിനെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മിയ. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ റെട്രോ റൗണ്ടിലേക്ക് ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ടീം സിഫ്നൂർ ആണ്. സിഫ്നൂറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിലെ പെർഫോമൻസ് ആളുകള് പ്രേക്ഷകർ നമ്മുടെ ഡിജിറ്റലിൽ ഒരുപാട് ഏറ്റെടുത്ത പാട്ടായിരുന്നു പെരിയോനെ എന്നുള്ളത്. അപ്പം അവരുടെ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പാട്ട് തന്നെയാണ്. നല്ലൊരു പാട്ടുമായിട്ട് അവർക്ക് വരാൻ സാധിക്കട്ടെ, അതും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ടീം സിഫ്നൂർ. ഓടല്ലേ, നിക്ക് നിക്ക്, ഒരു കാര്യം പറയട്ടെ. എന്താ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടും പറയരുത്. എന്താ ചേട്ടാ? നമ്മൾ അച്ഛനമ്മയില്ലേ? ആ, അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ആണോ? ആ, സത്യം. ചേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞ? അച്ഛന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു അങ്കിള് പറഞ്ഞതാ. ആഹാ, എന്നിട്ട് പിന്നെന്തായി? അതൊരു വലിയ ലവ് സ്റ്റോറിയാ. വാ, ഞാൻ പറഞ്ഞുതരാം. എടാ ബാബു, ഇന്ന് നമ്മുടെ ക്യാമ്പസിലെ അവസാന ദിവസമല്ലേ? എന്നത്തെയും പോലെ ഇന്നും നിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? എടാ ബാബു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഈ ലോകത്തൊന്നും അല്ലേ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടും പറയരുത്. നീ ആദ്യം കാര്യം പറ. എന്റെ കൂടെ പാട്ടുപാടുന്ന ശാലിനി ഇല്ലേ? ആ, നമ്മുടെ ക്ലാസ്സിലെ ശാലിനി. ശാലിനിക്ക് എന്ത് പറ്റി? ശാലിനിയെ എനിക്ക് ഇഷ്ടമാണ്. അമ്പട വീരാ, എന്നിട്ട് നീ എന്താ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചത്? ഇന്ന് തന്നെ ശാലിനിയോട് പറയണം. പറയണമെന്നുണ്ട്, പക്ഷെ ഒരു പേടി. ഡാ, നിങ്ങൾ ഇന്ന് പാട്ട് പാടി കഴിയുമ്പോ നീ ഇത് അവളോട് പറഞ്ഞിരിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ദേ വരുന്നു ശാലിനി. അല്ല, നിന്റെ ശാലിനി. അതെ ശാലിനി, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ഇന്നും കൂടിയല്ലേ നിന്റെ പാട്ട് കേൾക്കാൻ പറ്റൂ. ശാലിനി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ആ, അത് ഞാൻ കേട്ടു. ഞാനൊരു കാര്യം പറഞ്ഞ നീ ആരോടും പറയരുത്. നീ പറഞ്ഞ എന്ത് കാര്യമാണ് ഞാൻ ആരോടും പറയാതിരുന്നിട്ടുള്ളത്? ആ, അതെനിക്കറിയാം, പക്ഷെ ഇത് നീ ആരോടും പറയരുത്. അപ്പോ എന്തോ വലിയ സംഭവമാണല്ലോ. പ്രേമമല്ലോ ആണോ? അതെ. അമ്പടി മിടുക്കി. ആരോട്? എന്റെ കൂടെ പാട്ട് പാടുന്ന ബാബുവിനോട്. നമ്മുടെ ബാബുവോ? അതെ. ബാബുവിന് ഈ കാര്യം അറിയോ? ആർക്കും അറിയില്ല. എന്നാ ഇന്ന് നിങ്ങളുടെ പാട്ട് കഴിയുമ്പോൾ ബാബുവിനോട് പറയണം. പറയാം. ഡിയർ സ്റ്റുഡൻസ്, ക്യാമ്പസിലെ പ്രോഗ്രാമുകൾ ആരംഭിക്കാൻ പോകുന്നു. എല്ലാ കുട്ടികളും വേദിക്ക് മുമ്പിൽ എത്രയും പെട്ടെന്ന് വന്നിരിക്കുക.
അനുപല്ലവി ഈ വീണയിൽ നീ അനുപല്ലവി സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി നീ അനുപല്ലവി ഒരു മിഴിതളിൽ ശുഭശകുനം മറുമിഴിതളിൽ അപശകുനം ഒരു മിഴിതളിൽ ശുഭശകുനം മറുമിഴിതളിൽ അപശകുനം വിരൽമുന തഴുകും നവരാഗമേ വിരൽമുന തഴുകും നവരാഗമേ വരൂ വീണയിൽ നീ അനുപല്ലവി എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി നീ അനുപല്ലവി ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ കരളുകൾ ഉരുകും സംഗീതമേ കരളുകൾ ഉരുകും സംഗീതമേ വരൂ വീണയിൽ നീ അനുപല്ലവി എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി നീ അനുപല്ലവി നീ അനുപല്ലവി നീ അനുപല്ലവി അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം അല്ല വേണ്ട ശാലിനി പറഞ്ഞു വേണ്ട ബാബു പറഞ്ഞു അത് 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 ശാലിനി 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 എന്നത്തെക്കാളും ഇന്ന് നന്നായിട്ട് പാടി അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ അല്ല ശാലിനി എന്താ പറയാൻ വന്നേ അത് 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 ആ ബാബു എന്നത്തെക്കാളും നന്നായിട്ടിന്ന് പാടി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നാ പോയിക്കോട്ടെ ആ ശരി അല്ല അവര് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയില്ലേ പിന്നെ എങ്ങനെയാ ഒന്നിച്ചേ ധൃതി വെക്കല്ലേ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം മതി 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 അവിടെ നിൽക്കട്ടെ അവരങ്ങനെ അവരുടെ സ്നേഹം പറയാതെ പോയിട്ടേ ടൈമിങ്ങിലൊരു നോട്ടുണ്ടായിരുന്നു. ആ നോട്ടത്തില് അവരുടെ സ്നേഹം പരസ്പരം അവർക്ക് മനസ്സിലായി. അയ്യോ, അവര് ആ ടൈമിങ്ങിന് നോക്കിയത് നന്നായി. അല്ലെങ്കിൽ എന്താ കഥ? എന്ത് കഥ? നമ്മുടെ അച്ഛനമ്മയല്ലേ
അവർക്ക് ടൈമിങ് തെറ്റുവോ? മാളു, കിച്ചു, നിങ്ങൾ എവിടാ? കണ്ടില്ലേ കറക്റ്റ് ടൈമിങ്. നീ പാട്ടൊന്നു പാടഴകേ. സൂപ്പർ ടീം സിഫ്നോൾ അങ്ങനെ റെട്രോ റൗണ്ടിൽ തിളങ്ങി നിൽക്കാണ്. നിങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ്സിന്റെ ഒക്കെ അഭിപ്രായം കേട്ടിട്ട് എന്ത് തോന്നി? ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ പാടിയ പെരിയോണെ അതെ, നന്നായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ചോദിക്കുന്നത് ഇപ്പോ സൂപ്പർ ഫാമിലി ഉണ്ടല്ലേ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ട്രെയിനിലൊക്കെ പോകുമ്പോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സൂപ്പർ ഫാമിലിയുടെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. ഒരുപാട് സന്തോഷം. ഇപ്പം മക്കളുടെ അടുത്താണെങ്കിലും എപ്പോഴും മോനെ ആ രണ്ടുപേര് പാടിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ടോ ആൾക്കാര്? ഉണ്ട്. പെരിയോനെ പാടി പാടി മടുത്താണൂല്ലേ ചിലപ്പോ? ഇപ്പൊ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാല് നിങ്ങളുടെ പാട്ട് പാടെന്ന് പറയൂ, നിങ്ങളെ പാട്ട് പെരിയോനെ, ആ രീതിയിലേക്കൊക്കെ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ റെട്രോ റൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അഭിനയിച്ച് കാണിച്ചതെന്ന് പറയാം അല്ലെ. സിറ്റുവേഷൻസ് വേറെ ആയിരുന്നു എന്നുള്ളത് മാത്രം. നിങ്ങൾ കോളേജിൽ നിന്നല്ലല്ലോ നിങ്ങൾ പരിചയപ്പെട്ടത്, പക്ഷെ ഇത് കോളേജിൽ നിന്നാക്കി. പക്ഷെ നിങ്ങൾ എങ്ങനെ ആ പാട്ടിലൂടെ സ്നേഹിച്ചവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ വെച്ച് ഒരു സ്റ്റോറിയാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ വേറൊരു രീതിയിലൊന്ന് പ്രസന്റ് ചെയ്തു എന്നുള്ളത്. അതിന്റെ ഒരു ക്യൂട്ട്നെസ് എവിടെയെന്ന് ചോദിച്ചാൽ ആദ്യമേ രണ്ട് മക്കൾ ഇങ്ങനെ നമ്മുടെ അച്ഛനും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അനിയത്തിക്ക് പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പാട്ടുപാടി ഇങ്ങനെ അങ്ങ് പോയി. അതിന് വീണ്ടും മക്കൾ തിരിച്ചു വന്നിട്ട് അതിനൊരു എന്താ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയവരൊക്കെ വീണ്ടും തിരിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. വീണ്ടും അതിനൊരു നോട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രേമം കൺവേ ചെയ്യാൻ നോട്ടം മതി ഒരു ചെറിയൊരു സംഭവം നിങ്ങൾ കൊടുത്തു. ആ ഒരു നോട്ടത്തിലാണ് അതെ സ്നേഹം പറഞ്ഞത് എന്നുള്ളൊരു കാര്യം വെച്ച് ടൈമിംഗ് ഒന്നും ഒരിക്കലും തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ക്യൂട്ട് നോട്ടില് നിങ്ങളുടെ ആക്ട് നിങ്ങൾ അവസാനിപ്പിച്ചു. രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ആണെങ്കിൽ റെട്രോ ഫീലിൽ വരുന്ന കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു, അത് നന്നായി വന്നു. ഡാൻസേഴ്സ് അവര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തു. നമ്മളെ റിഹേഴ്സലൊക്കെ എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ അവര് നമ്മളെ ഇങ്ങോട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കോസ്റ്റ്യൂമിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ വന്നത്. പക്ഷെ രസമായിട്ടുണ്ടായിരുന്നു. മക്കളത് ഫോളോ ചെയ്തിട്ടുമില്ല, കാരണം മക്കൾ ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ, അതുകൊണ്ട് അവരത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ടെക്നിക്കലി അത് കറക്റ്റുമാണ് നമ്മൾ ആലോചിക്കുമ്പോ. വെരി നൈസ് നല്ല രീതിയിൽ നിങ്ങൾ അത് റെട്രോ റൗണ്ട് പ്രസന്റ് ചെയ്തു. അപ്പം ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത റൗണ്ട്സിലും കൂടി എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ അടിപൊളിയാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർനോവ ഫുഡ്സ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിയ ഒരു സിഗ്നേച്ചർ റൗണ്ട് പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മിയയ്ക്ക് തോന്നുന്നത് എന്തായിരിക്കും? അവർ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പാട്ടുകാരാണെങ്കിൽ പാട്ട് തന്നെയാണോ എടുക്കുകയുള്ളൂ, അതോ അവർ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കുമോ? മോസ്റ്റ്ലി പാട്ട് തന്നെയായിരിക്കും അവരുടെ ബെസ്റ്റ്. അവർക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവര് പാട്ട് തന്നെ ചൂസ് ചെയ്യാനാണ് സാധ്യത ഉള്ളത്. ഇനി അതിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മുടെ മാർക്കൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പം ക്രിയേറ്റിവിറ്റി എന്തായാലും നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. റെട്രോ അവര് കലക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിലും കൂടെ അവര് ക്രിയേറ്റീവായിട്ട് അവരുടെ സിഗ്നേച്ചറിൽ ദി ബെസ്റ്റ് അവർ തരും ഞാൻ വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ദി ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ടീം ഹൈ റേഞ്ച് ബ്രദേഴ്സ്. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്നിൽ മാറ
മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്നിരി മാറത്ത് പടരാൻ മോഹം ഓമന ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങി നൂറ് മുത്തമിട്ടണയ്ക്കുവാൻ ദാഹം അയ്യോ മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്ത് പോലെ ചേർന്നുറങ്ങണം അയ്യേ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ പോവാ പൂമരം ചുറ്റി നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം ഇന്നത്തെ ഈ പെർഫോമൻസിൽ എനിക്ക് ഹൈലൈറ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നിയത് മോളെയാണ്. അതെ, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ ഡാൻസിന്റെ സ്റ്റെപ്പ് കളിക്കുമ്പോഴുള്ള നമ്മുടെ അടുത്തൊക്കെ നോക്കിയുള്ള ഇന്ററാക്ഷനും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഒരു പേടി അങ്ങനെ ഒന്നും തോന്നിയില്ല. അതാണ് ഇന്ന് കസ്തൂരിയിൽ ഞാൻ കണ്ടത്. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? സ്പെഷ്യലായിട്ട് തോന്നിയില്ല, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായിരിക്കും ഇഷ്ടമാണ് ഈ പാട്ട്. ഓക്കേ, ഇന്നത്തെ എന്താ പറയുന്നത്, ഈ ഒരു ഷോ സ്റ്റീൽ ചെയ്തത് മോളായിരുന്നു. അതെ, ശരിക്കും താങ്ക് യു. അതിന്റെ ഒരു ചുറിയൂർക്കുമായി ചിലപ്പോ ആ പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ ആയിരിക്കാം. എന്നാലും തുടക്കം മുതല് നമുക്ക് മോളിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. പിന്നെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ലാലേട്ടനിലേക്കും ജഗദീഷ് ഏട്ടനിലേക്കൊക്കെ നമ്മൾ പോവുമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ല ഓളമുള്ളൊരു പാട്ടായിരുന്നു അത്. ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ സെറ്റപ്പും കാര്യങ്ങളും, ആ ഒരു സൈക്കിളും ആ ഒരു ചെണ്ടയൊക്കെയാണ് അവരുടെ ആ ഒരു കൂട്ടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ യൂസ് ചെയ്തത് കാരണം ശരിക്കും നമുക്ക് ആ വിഷ്ണുലോക സിനിമയിൽ നമ്മൾ ഓടിപ്പോയി അവിടെ നടന്ന ആ ഒരു അവരുടെ ഒരു ഏരിയയിലേക്കൊക്കെ പോയ പോലെ തന്നെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ സംശയിച്ചു, ഇങ്ങനെ മോളിങ്ങനെ കുറച്ചധികം ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു മോൾക്ക് കിതപ്പ് വരുമോ, എന്തേലും അല്ലെ പാട്ട് എന്തേലും പ്രശ്നം വരുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. അവസാനം വരെ ഒരു ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഡാൻസും പാട്ടും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മോള് ചെയ്തു. താങ്ക് യു. മിടുക്കിയാണ് കേട്ടോ.
പിന്നെ ഇവരുടെ ഒപ്പം പെർഫോം ചെയ്യുന്നതിന്റെ ഒരു കോൺഫിഡൻസ് കാണുമായിരിക്കും അല്ലേ? ആ, നമ്മുടെ ഫാമിലി അല്ലേ അല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും, ലാലേട്ടനും ജഗദീഷേട്ടനും. അതെ, ജഗദീഷേട്ടന്റെ എൻട്രി വന്നപ്പോ തന്നെ ഞങ്ങള് ചിരിച്ചു. ആ ഫസ്റ്റ് നടത്തം തന്നെ കലക്കി. സത്യം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇവരുടെ പാട്ടിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. ഇവരുടെ പാട്ട് നമുക്ക് അറിയാം, സിഗ്നേച്ചറിൽ നിങ്ങൾ പാട്ടായിട്ട് വരുള്ളൂ പറഞ്ഞിരുന്നു. അപ്പോ ഈ ഒരു ഓളമുള്ളൊരു പാട്ടെടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആക്കി. എന്തായാലും നമുക്ക് സെമി ഫൈനൽ റൗണ്ടിന്റെ ഇപ്പം പറ്റിയ ഒരു സിഗ്നേച്ചർ റൗണ്ടിന് നിങ്ങൾ പാട്ട് തന്നെ സെലക്ട് ചെയ്തു. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.